ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആൻഡ് സിറ്റുവേഷൻ ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നോക്കാം, നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ് ആദ്യമേ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഏത് എനർജിയിലാണ്? ദി ഹാങ്ഡ് മാൻ. അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അവരുടെ ഫീലിങ്സ്. 7 of Wands, Four of Pentacles, 7 of Cups, Two of Cups, the Moon, the Emperor, Universe, please guide me. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാട്ട് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ, പക്ഷെ സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നിങ്ങളുടെ എനർജി ഇവിടെ കണക്റ്റ് ആവണം. നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. അപ്പം നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം കാണാമെന്ന് കരുതുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ജസ്റ്റിസ് കിട്ടിയത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി നീതിപൂർണമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ റെഡിയായി നിൽക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ്. അതായത് ഇത്രയും കാലം ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി നീതിപൂർണമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഞാൻ നീതിപൂർണമായിട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ എന്നുള്ള ഒരു തോട്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോഴുള്ളത്. മേ ബി ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ തമ്മിൽ പഴയതുപോലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുകയില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ആക്ഷനോ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷനോ ഒന്നും എടുക്കാൻ തയ്യാറല്ലല്ലോ എന്നുള്ളത്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തിയോട് ഇപ്പോഴത്തെ എനർജി നോക്കുന്ന സമയത്ത് ഇവിടെ ജസ്റ്റിസ് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജി നോക്കുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഹാങ്ഡ് മാനാണ്. അതായത് അവർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്റ്റക്കാണ്. ഒന്നിനെക്കുറിച്ചും ആൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻ. അവരുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എങ്ങനെ നടത്തിയെടുക്കണം എന്നുള്ള ആ ഒരു ചിന്ത അവരെ ഒരു തീരുമാനം എടുക്കാനാവാതെ സ്റ്റക്കാക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവർക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്ന ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാലുടൻ അവർ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ അവർ ഒരു യൂണിവേഴ്സിൽ എല്ലാം സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവർ ഇപ്പോൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് കൂടിയാണ്. എന്തായാലും ഇപ്പോൾ അവർ ഒരു സൈലന്റ് ഫേസിൽ തുടരുകയാണ് എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ സെക്കൻഡ് കാർഡ് 7 of Wands പറയുന്നത്, ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ആ ഒരു വ്യക്തി ചെവിക്കൊള്ളുന്നില്ലായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മറ്റുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എതിർക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അവയെല്ലാം ധൈര്യപൂർവ്വം ഈ ഒരു വ്യക്തി ചെറുത്തു നിൽക്കുന്നതാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ധൈര്യത്തോടുകൂടി സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു എനർജിയാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള വേദന ഉള്ളതായിട്ടും കാണുന്നു.
എന്നാലും ഗീവ് അപ്പ് ചെയ്യാൻ റെഡി അല്ലാത്ത സ്റ്റേജിലാണ് ഇപ്പോഴുള്ളത്. അവരുടെ ഉള്ളിൽ നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. അതാണ് മൂന്നാമത്തെ കാർഡ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അതെല്ലാം മനസ്സിൽ അടക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തെ ആ വ്യക്തി നന്നായിട്ട് ഭയപ്പെടുന്നുണ്ട്. കാരണം പൂർണ്ണമായും നിങ്ങളോട് മനസ്സ് തുറന്നാൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ നിങ്ങളെ എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു ഭയം ഈ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എല്ലാം ടൈറ്റായിട്ട് മനസ്സിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഒരു എനർജി ഇവിടെ കിട്ടുന്നു. അവരുടെ മനസ്സിൽ പലവിധ ചിന്തകൾ അലട്ടുന്നത് കൊണ്ട് തന്നെ മനസ്സിൽ കൺഫ്യൂഷൻ ഒരുപാട് ഉള്ളതായിട്ട് കാണുന്നു. ആ വ്യക്തിക്ക് ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയങ്ങളിൽ ആ വ്യക്തി മറ്റു പല കാര്യങ്ങൾ കൂടി ചിന്തിക്കുന്നു. അത് ചിലപ്പോൾ ആ വ്യക്തിയുടെ ഫാമിലി ആയിരിക്കാം, കരിയർ ആയിരിക്കാം, അങ്ങനെ എന്തുമാകാം. അതൊക്കെ സ്റ്റിൽ ഒരു ഓപ്ഷനായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് ചെയ്താൽ ശരിയാകുമോ, അത് ചെയ്താൽ ശരിയാകുമോ എന്നുള്ള ആ ഒരു ചിന്ത ഈ ഒരു വ്യക്തിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇത്രയധികം മനസ്സിൽ കൺഫ്യൂഷൻ നിലനിൽക്കുമ്പോഴും നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ട്, കെയർ ഉണ്ട്, അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. നിങ്ങളുമായിട്ടുള്ള ആത്മബന്ധം അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ അവസാനിച്ചു പോകുന്നതല്ലെന്ന് ഈ ഒരു വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. കാരണം ഒരു അദൃശ്യ ശക്തി നിങ്ങളെ രണ്ടുപേരെയും പരസ്പരം ബന്ധിച്ചിരിക്കുന്നു. നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു വ്യക്തി. ഈ ബന്ധം ശരിക്കും ഒരു ഡിവൈൻ കണക്ഷനായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങളുടെ ബ്യൂട്ടി കണ്ടോ, മണി സ്റ്റാറ്റസ് കണ്ടോ തുടങ്ങിയ ഒരു ബന്ധമായിരിക്കുകയില്ല. നിങ്ങളുടെ മനസ്സിന്റെ സൗന്ദര്യമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സോൾ കണക്ഷൻ ആകാം നിങ്ങളെ പരസ്പരം കോർത്തിട്ടേക്കുന്നത്. രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള സങ്കടം ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള രീതി ഓർത്ത് ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള വിഷമം ഉള്ളതായിട്ട് കാണുന്നു. കാരണം ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ മറ്റുള്ളവരെ ഭയക്കുന്നതായിട്ട് കാണുന്നു. അതാണ് മൂൺ എനർജി പറയുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി തൻ്റെ കുടുംബത്തോട് ചെയ്തു തീർക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഒരു ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സൺ ആയിരിക്കാം. ഫാമിലി എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ വീക്ക്നെസ് ആയിരിക്കാം. എന്ത് കാര്യത്തിനും ഫാമിലിക്കായിരിക്കാം ഈ ഒരു വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ വ്യക്തി കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. തനിക്ക് എന്താണ് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ ഇവിടെ നിങ്ങളുടെ എനർജി വന്നിരിക്കുന്നത് പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ ലഭിച്ച ഒരു വ്യക്തിയായിരിക്കാം. അത് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാത്രമായിരിക്കുകയില്ല, നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കാം, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നിന്നായിരിക്കാം. ഒരുപാട് വേദനകൾ നിങ്ങൾക്കുണ്ടായിട്ട് അതിൽ നിന്ന് സ്ട്രോങ് ആയി മാറിയ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ പഴയതിലും ഒരുപാട് സ്ട്രോങ് ആയി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് ആയിരിക്കാം നിങ്ങളെ ഇത്രയധികം സ്ട്രോങ് ആക്കി മാറ്റിയത്. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻസ് ഉണ്ട്, ഡിസിഷൻസ് ഉണ്ട്. നിങ്ങൾ പവർഫുള്ളാണ്, ടോട്ടലി നിങ്ങൾ പവർഫുള്ളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തും അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു പവർ നിങ്ങളുടെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഇപ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നേരത്തെ ഈ വ്യക്തിയോട് നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് പുറകിന് നടന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി പഴയതെല്ലാം അവിടെ വിട്ട് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഈ വ്യക്തിയെ പിന്തിരിപ്പിക്കാനായിട്ട് പലരും ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. അവരെയെല്ലാം ഈ ഒരു വ്യക്തി അവഗണിച്ച് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് വരുന്നത് പോലെ വരട്ടെ, ഞാൻ എന്തും അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോഴുള്ളത്. അപ്പം എന്തായാലും ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ചെറിയൊരു അകൽച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു വലിയൊരു അകൽച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് അത് മേ ബി ഒരു കാർമിക്കായിട്ടുള്ള ഒരു സൈക്കിളിൻ്റെ ഭാഗമായിരിക്കാം. അപ്പം എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തി ഒരു സ്റ്റക്കാണെങ്കിൽ കൂടി, അല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു ആക്ഷൻ എടുക്കാത്തത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടി, വൈകാതെ ഈ ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഒരു ഡിസിഷൻ എടുക്കുന്നതാണ് എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്.
ആ ഒരു വ്യക്തിയുടെ ലൈഫ് സിറ്റുവേഷൻസ് ആണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴത്തെ ഈ ഒരു മാറ്റത്തിന് കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. വൈകാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നീതിപൂർണമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കും എന്നുള്ള ഒരു എനർജിയാണ് എനിക്ക് ഈ ഒരു റീഡിങ്ങിൽ കിട്ടിയത്. അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഇമോഷൻസ് ആ ഒരു വ്യക്തി നിങ്ങളോട് പ്രകടിപ്പിക്കാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒന്നുകിൽ മറ്റുള്ള വ്യക്തികളെ ഈ ഒരു വ്യക്തി ഭയക്കുന്നുണ്ടായിരിക്കാം. അത് കാരണം നിങ്ങളെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ അവരുടെ ആ ഒരു റിയൽ ഫീലിങ്സ് എന്ന് പറയുന്നത് എല്ലാം മനസ്സിൽ അടക്കി വെച്ചിരിക്കുകയാണ്. എന്തായാലും ആ ഒരു വ്യക്തിക്ക് അറിയാം ആ ഒരു വ്യക്തിയുടെ റിയൽ പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് എന്നുള്ളത്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യമെല്ലാം ടെമ്പററി ആണ്. ആ ഒരു വ്യക്തി അതിനെല്ലാം ചെറുത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വൈകാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്നതാണ്. അപ്പം നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക.